ഹലോ ഗായ്സ്, എനിക്ക് ഈ എൻ്റെ കോളേജിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ നിന്ന് ഒരു 10 മിനിറ്റോളം നടക്കണം. ഇവിടുത്തെ മെയിൻ ഗേറ്റിൽ നമ്മളെന്തായാലും കൊറിയർ വാങ്ങിയാലോ അല്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യാൻ വരാണെങ്കിലോ നമ്മൾ ഇത്രയും വെയിലത്ത് 10 മിനിറ്റ് നടന്നിട്ട് അവിടെ പോകണം. എന്നിട്ട് പിന്നെയും 10 മിനിറ്റ് നടന്ന് തിരിച്ചു വരണം. ഇതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർ നമ്മുടെ ഡയറക്റ്റ് ഹോസ്റ്റൽ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് തരില്ല. ഇവരുടെ ടോട്ടൽ ഹോസ്റ്റലിൻ്റെയും ഒരു മെയിൻ ഗേറ്റുണ്ട്, വെസ്റ്റ് ക്യാമ്പസിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഇവർ കൊണ്ടുവന്ന് വെക്കുക. ഞങ്ങൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് മാത്രം ഇങ്ങനെ, ബാക്കി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇവർ കയറ്റി വിടും. പക്ഷേ ഞങ്ങൾക്ക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വരുമ്പോൾ അത് അവിടെ മാത്രമേ നിൽക്കുള്ളൂ. ഇത് ആലോചിച്ച് നമുക്ക് ഓർഡർ ചെയ്യാൻ തന്നെ തോന്നില്ല. ഞാൻ ഇന്ന് ഹെൽത്ത് സെൻറ്ററിൽ പോയേക്കിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ കോൾ വന്നത്, റിട്ടേൺ വേണ്ടിയിട്ട് സാധനം വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ എഗെയിൻ ഹെൽത്ത് സെൻറ്ററിൽ നടന്നു വന്ന് പിന്നെയും 10 മിനിറ്റ് നടന്നു പോകണം. അവിടെ നിന്ന് പിന്നെയും 10 മിനിറ്റ് ഇവിടെ നടന്നു തരണം. ഇറ്റ്സ് ടു ഹാർഡ്. ലിഫ്റ്റിലാണ് എൻ്റെ കൂടെ ഫായ്മയുണ്ട്. പക്ഷേ ഫായ്മയെ കാണിക്കാൻ സമ്മതിക്കുന്നത്. അപ്പോൾ റിട്ടേൺ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് നടന്നു. ഇനി പഴയ ഹോസ്റ്റൽ LH ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഹോസ്റ്റലിൽ നടന്നിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് നടക്കണം. അപ്പോഴാണ് മെയിൻ ഗേറ്റ് എത്താം. മെയിൻ ഗേറ്റിൽ നിന്ന് എല്ലാവർക്കും തിരിച്ചു കൊടുത്തിട്ട് ഹെൽത്ത് സെൻറ്ററിൽ പോകണം. എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ. അപ്പോൾ അവളെയും കൊണ്ട് ഹെൽത്ത് സെൻറ്ററിൽ പോയതായിരുന്നു. അതിൻ്റെ ഇടയിലാണ് തിരിച്ചു വരേണ്ടത്. അങ്ങനെ LHൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ 5 മിനിറ്റ് നടക്കണം. അങ്ങനെ നമ്മൾ LH ഗേറ്റ് കടന്നു. LH ഗേറ്റ് കടന്നിട്ട് നമ്മുടെ മെയിൻ ഗേറ്റ് വരെ പോയി. പറഞ്ഞില്ലേ, കുറേ നടക്കാനുണ്ട്. ഇത് ആലോചിക്കുമ്പോൾ തന്നെ മടിയാവും. നമുക്കിപ്പോൾ സാധനം വാങ്ങിക്കാൻ തോന്നില്ല ഇത് കാരണം. പിന്നെ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് വാങ്ങിക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് നമ്മൾ ഓർഡർ ചെയ്യാൻ. ഇപ്പോൾ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ കുട്ടികൾക്ക് എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ചു വരുന്നു. ഇന്ന് എക്സാമില്ല, ലീവായിരുന്നു. അപ്പോൾ എക്സാമുള്ള കുട്ടികൾ എക്സാം കഴിഞ്ഞിട്ട് വരാം. അല്ലാ, പാമ്പ്! അല്ലാ, ഇപ്പോൾ ഒരു പാമ്പ് പോയതേ ഉള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു പാമ്പ് കയറിപ്പോയി. ഞാൻ ലൈവായിട്ട് കണ്ടതാ, പക്ഷേ ഇപ്പോൾ കാണാനില്ല. അല്ലാ, അതെങ്ങോട്ടേക്കാണ് പോയത്? ഒരു ഗോൾഡൻ കളറ്. ഞാൻ ഇങ്ങനെ ഫോൺ നോക്കി നടന്നിരുന്നെങ്കിൽ അതിനെ ചവിട്ടിയേനെ. ദൂരത്ത് ഞാൻ കണ്ടു, പക്ഷെ അത് ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ പോയി. അല്ലാ, സീൻ! ഇവിടെ എന്തോരം പാമ്പപ്പം ഉള്ളത്. എടുത്ത് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിയപ്പോൾ കാണുന്നത് ഒരു സാധനം എഴഞ്ഞു പോകുന്നു. പക്ഷേ എനിക്കത് കാണിച്ചു തരാൻ പറ്റില്ല. കറക്റ്റ് എൻ്റെ ക്യാമറ ഓൺ ആയിരുന്നു, പക്ഷേ ബാക്ക് ക്യാമറ തിരിക്കാൻ പറ്റില്ല. അത് പെട്ടെന്നാണ് അത് പോയത്. ഞാൻ നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. റിട്ടേൺ ചെയ്യാനായിട്ട് എത്തി. ഇവിടെയാണ് റിട്ടേൺ ആക്കി. OTP കാത്തുനിന്ന് അവസാനം OTP വേണ്ടാന്ന്. എൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ലേ ഹെൽത്ത് സെൻ്ററിലുണ്ടെന്ന്, അവൾ കാര്യമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തുമ്പോൾ അത്രയും ടൈം എടുക്കില്ല പോയിട്ട് വരാൻ. അങ്ങനെ അവളിപ്പോൾ ഇവിടെ വരാമെന്ന്. കുറച്ച് മരുന്നുണ്ട്, അത് ഹെൽത്ത് സെൻ്ററിൽ ഇല്ല. 2 മരുന്ന് പുറത്ത് വാങ്ങണം. അപ്പോൾ പുറത്തേക്ക് പോകണം അത് വാങ്ങാനായിട്ട്. ഹലോ വൈസ്, കണ്ട അവളിവിടെ എത്തി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹോസ്റ്റലിൽ പോയിട്ട് തിരിച്ച് വരുന്നതിന് മുന്നേ അവൾ ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് കാണിച്ചിട്ട് അവിടെ വാർഡ് റൂമിൽ ഇരിക്കുന്നു. അവിടുത്തെ പരിപാടി കഴിഞ്ഞ് വന്നു. അതാണ് ഈ കോളേജ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തത്. ഇത്രയും ദൂരം ഇവർ നടത്തിക്കും ഒരു സാധനം വാങ്ങിക്കാനായിട്ട്. ഇതാണ് ഫിദ. ഒരു ഹായ് പറ. ഹായ്. അപ്പോൾ കണ്ട മരുന്നൊക്കെ ഉള്ള മരുന്ന് കിട്ടി. ഇനി 2 മരുന്ന് കട്ടാങ്കൽ പോയിട്ട് വാങ്ങിക്കണം. അപ്പോൾ കട്ടാങ്കലേക്ക് പോവാണ്. മരുന്ന് വാങ്ങാനായിട്ട് മെഡിക്കൽ ഷോപ്പിലെത്തിയിരിക്കുകയാണ്.
കഴിക്കാൻ പോവാം. കണ്ടാ ഇതിനെ പോകാൻ കണ്ട വയ്യാത്ത പോലെയല്ലേ? വയ്യ ഗൈസ്. അങ്ങനെ കരിക്ക് കുടിക്കാണ്. ഇന്ന് ഫിദക്ക് മെസ്സിൽ ബിരിയാണിയാണ്, എൻ്റെ മെസ്സിൽ സാദാ ചോറാണ്. അപ്പോൾ ഇവിടെ ഡൊമിനോസ് ഉണ്ട്. അപ്പോൾ ഡൊമിനോസിന് എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ചാൽ പിന്നെ വെച്ചല്ല മെസ്സിൽ ബിരിയാണി അല്ലേ എന്ന് വേണ്ട വേറെ ദിവസം നോക്കാം. നമ്മളിപ്പോൾ ബോയ്സ് ക്യാമ്പസിൻ്റെ ഉള്ളിലാണ്. ഇതിൽ കൂടെ നമ്മൾ MLHലേക്ക് MBH വഴി MLHലേക്ക് ലേഡീസ് ഹോസ്റ്റലിലേക്ക് പോവാം. ഞങ്ങൾ മറ്റേ വഴി കൂടെ പോകാൻ നിൽക്കുമ്പോൾ ഇത് പറഞ്ഞ് ഈ വഴി കൂടെ പോവാന്ന്. ഇതാകുമ്പോൾ പിന്നെ ബോയ്സ് ഹോസ്റ്റൽ ഫുള്ള് കാണാമല്ലോ. അങ്ങനെയല്ല, ഇതിലൂടെ ഇതുവരെ വരാത്തോണ്ട് ഇതിലൂടെ ഇതുവരെ വന്നിട്ടില്ല കുട്ടി. അപ്പോൾ ഫുള്ള് കാണിച്ചു കൊടുത്തിട്ട് പോവാം. നോട്ടിക്കാതെ ഷെഫീദിൻ്റെ പ്ലാൻ മൊത്തം മൂഞ്ചി ഗൈസ്. അതാ ഉച്ചയായതുകൊണ്ട് ആരുമില്ല. രാത്രിയൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ നിറച്ചു ആൾക്കാരെയാണ്. ഇതിൻ്റെ വകയിൽ എന്തെങ്കിലും വേണമെന്ന് എന്താ വാങ്ങിച്ചാൽ ഞാൻ തിന്നു. നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞങ്ങളൊരു ചിക്കൻ, എനിക്ക് ഫിദ ഒരു ചിക്കൻ നോവ് വാങ്ങി തന്നു ഗൈസ്. എന്താ അവളുടെ കയ്യിലുണ്ട്. നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാം. എന്ത് വെയിലായത്, ഇനിയും കുഴക്കറായി നടക്കാണ്ട്. ഇവിടെ കോളേജിൽ ഫസ്റ്റ് വരുന്നതിന് മുന്നേ, അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ 3000 ഏക്കർ ഇത്രയും വലിയ ക്യാമ്പസ്, ഭയങ്കര ക്യാമ്പസ് ലൈഫ്, സീൻ എന്നൊക്കെ പറഞ്ഞ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി എൻ്റെ പൊന്നോ, ഈ ഉള്ള കിലോമീറ്ററും മറ്റേ ഏക്കറൊക്കെ ഇവർ നാളെ നടത്തിച്ച് തീർക്കുകയാണ്. നടന്ന് തീറും. എപ്പോൾ തുടങ്ങിയ നടത്താ തീരുന്നില്ല. ഫിദ മറ്റേ ആരോഗ്യമില്ലാത്ത ഫിദിനെ നടത്തിച്ച് ഫിദക്ക് ആരോഗ്യം വെച്ച് ഫിദ എന്നെ കളിയാക്കുന്നു. നമ്മൾ നേരത്തെ എത്താൻ വേണ്ടിയിട്ട് കട്ടാങ്കലിന് MBH വഴി കയറി. MBH നിന്ന് പിന്നെ ഹോസ്റ്റലെത്താനായപ്പോൾ പറയുന്നത് മിന്ദ്ര എന്ന് കൊറിയർ വന്നു. എൻ്റെ കടിച്ചില്ലെങ്കിൽ അല്ല ബാക്ക് ക്യാമറയിൽ എടുക്കിയിരുന്നു അതിനെ. കടിക്കുമ്പോ അങ്ങനെ എടുക്കാനുണ്ടോ? മിന്ത്രയിൽ കൊറിയർ വാങ്ങിയിട്ട് പിന്നെയും പോവാം. 11 സംതിങ് 11 ഇറക്ക് മുന്നേ ഇറങ്ങിയതാ. 11:30 ടൈമിൽ ഇറങ്ങിയതാ. 1:30 2 മണിക്കൂർ 2 മണിക്കൂറാണ്.